So welcome back guys to one of my another video. Okay, so ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ രണ്ട് പർട്ടിക്കുലർ ഡേയ്സ് ആയിരിക്കും. അതോ വെനസ്ഡേ തേഴ്സ്ഡേ. ഓക്കെ, ഫൈൻ. ഇന്നലെ ആ ഒരു ഫെയർവെൽ ഗ്യാപ്പിലേക്ക് പോയായിരുന്നു. ഡെയിലി ഫെയർവെൽ ഗ്യാപ്പ് ഈ ഒരു വീക്ക് തന്നെയാണ് എടുത്തേക്കുന്നത്. ഈ ഒരു റേഞ്ച് തമ്മിലാണ് ഞാൻ ഈ ഒരു വീക്ക് എടുക്കും. ഓക്കെ, സോ ഈ ഒരു വീക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ആദ്യം ഞാൻ ഇന്നലത്തെ ട്രേഡ് പോവാം, എന്നിട്ട് പിന്നെ ഞാൻ അന്നത്തെ ട്രേഡ് പോകാം. ഓക്കെ, സോ അതായത് ഇന്നലത്തെ ട്രേഡ് എന്ന് പറയുമ്പോൾ ഇന്നലെ 19 ഇന്ന് 18-ാം തീയതി. 19 ആദ്യം പോകും, 20 18 അത് കഴിഞ്ഞു. ഓക്കെ, സോ ഒരു ഡെയിലി ഫെയർവെൽ ഗ്യാപ്പ് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, സോ ഓക്കെ, ആദ്യം 19 നോക്കാൻ നേരത്തെ സോ ഇവിടെ ഇതെടുക്കാം. ഒരു ഫെയർവെൽ ഗ്യാപ്പ് ഇസ് ഫൈൻ, റൈറ്റ്. 4 അവർ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അതാ ഞാൻ ഡയറക്റ്റായിട്ട് 1 മിനിറ്റിലേക്ക് പോയത്, 1 അവറിലേക്ക് പോയത്. 4 അവർ ഈ ഒരു ഫെയർവെൽ ഗ്യാപ്പ് ഉണ്ട്. ശരിയാ, ആ ഒരു ഫെയർവെൽ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു 2 ഓവർ ക്രോസ് ക്യാൻഡിൽ ഓവർ ബ്ലോക്ക് ആയിട്ടുണ്ട്. 4 അവറിനെ കൂടെ ഒരു പടം എടുത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ഓവർ ഓക്കെ, ഓവർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 1 അവർ. ഓക്കെ, ഫൈൻ. 4 അവർ എടുത്ത് കളയുക. എനിക്ക് ആ 4 അവറിനെക്കാളും നല്ലതായിട്ട് തോന്നിയ 1 അവറാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സെറ്റ് സൈഡ് ഉണ്ടല്ലോ, ഇതൊന്ന് എടുത്തില്ല എന്ന് പോരാണ്. സോ വലുപ്പില്ല. സോ മാർക്ക് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കാണാൻ പറ്റില്ലല്ലേ? ഒരു കൺസോൾട്ടേഷൻ കാണാൻ പറ്റും. ഈ ഒരു ബൈ സൈഡ് എടുത്തു. ഇതാണ് 7 മണിന്റെ ഹൈ. ഓക്കെ, ഒരു 7 മണിന്റെ ഹൈ എടുത്തു. ആദ്യം എനിക്കൊന്ന് ഇവിടെ ഒരു 7 മണിന്റെ ലോ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെടുത്തിട്ടാണ് എന്ത് ചെയ്ത് ഹൈ എടുത്തു. ആ ഒരു 1 അവർ സർവേയിലേക്ക് പോയി, പിന്നെ താഴോട്ടേക്ക് വന്നു. ഞാനൊരു ട്രേഡ് എടുത്തു മണ്ടയ്ക്കോട്ടേക്ക് വിടുന്നു. ഓക്കെ, സോ ഈ ഒരു ഫെയർവെൽ ഗ്യാപ്പ് ടാർഗറ്റ് ചെയ്ത് 1 അവറിന്റെ ഫോട്ടോ എടുത്തോ? ഇല്ല അല്ലേ? ഒരു ബൈ സൈഡ് ഉണ്ട് 1 അവറിന്റെ, നല്ല ബൈ സൈഡ് ഉണ്ട്. ബൈ
ഇവിടെ 4 ഹവറിന്റെ ഒരു സെൽ സൈഡ് ഉണ്ട്. 50 മിനിറ്റ് പോയി കഴിഞ്ഞാൽ ഈ ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈസ്, പിന്നെ ഈ ഒരു ഹൈ. ഇതാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് വെച്ച് ഇവിടെ നിന്ന് എടുത്തപ്പോൾ. ഓക്കെ, ഇതാണ് 7 മണിന്റെ ഹൈ. ഓക്കെ, 7 മണി കണ്ടുള്ള ഹൈസ്റ്റ്. ഇതാണ് നമ്മുടെ ബൈ സൈഡ്. ഓക്കെ, ഫൈൻ. ബൈ സൈഡ്. ഓക്കെ, അത്രയ്ക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു. വലിയ ന്യൂസ് ഒന്നും ഇല്ലായിരുന്നു. വലിയ ഇതൊന്നുള്ള ന്യൂസ് അല്ല. താരെ കയറി അടിച്ചു, തിരിച്ച് ആ ബൈ സൈഡ് എടുക്കാൻ പോയി. ഓക്കെ, സോ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഓക്കെ, ഒന്നുമില്ല ബേസിക്കലി 5 മിനിറ്റ്സിൽ. സോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് 1 മിനിറ്റ്സിലോട്ട് പോകും. ഓക്കെ, ഇവിടെ ഒരു SMG വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് തന്നെ ഈ ഒരു ഹൈ കണ്ടോ? അതായത് 4:55 ഹൈ, അല്ലെ 5 മണിന്റെ ഹൈ. ഈ ഹൈ ഇവിടെ എടുത്തു, 5 മണിന്റെ ഹൈ. ഈ ഹൈ ഇവിടെ എടുത്തിട്ട് ഓക്കെ, സോ അവിടെ ഒരു ചെറിയ SMG തന്നു 7 മണിക്ക് ശേഷം. ഓക്കെ, എന്നിട്ടാണ് അത് തിരിച്ചു വന്ന് ഈ ഒരു സ്ഥലത്ത്. പക്ഷെ എനിക്ക് ആ ട്രേഡൊന്നും വേണ്ട. ഓക്കെ, സോ വേണ്ട ട്രേഡ് എന്ന് പറയുന്നത് എനിക്ക് ഈ മണ്ടയ്ക്കോട്ടേക്കുള്ള ട്രേഡ് ആയിരുന്നു. ഇതെടുത്തു, പക്ഷെ SL ആണ് കാണിച്ചു തരാം. ഓക്കെ, 5 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് എടുത്തിട്ടോ. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. വൺ മിനിറ്റ്സിലോട്ട് പോകും. ഓക്കെ, ഒരു സെക്കൻഡ്, ഒരു കാര്യം മറന്നുപോയി. ബാക്ക്ഗ്രൗണ്ട് ട്രേഡിംഗ് പറഞ്ഞ ഒരു സെൽ സൈഡ് ആയിരുന്നു. ഇത് എടുത്തു. ഇതൊരു ബൈ സൈഡ് നേരത്തെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നേരത്തെ എടുത്തിട്ടുണ്ട്, പക്ഷെ ഇത് എടുത്തിട്ടില്ല. ഇതും എടുത്തിട്ടില്ല. ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, സോ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എൻ്റെ ബയോസ് ഷോർട്സിലോട്ടാണ് ബേസിക്കലി. കളറൊന്ന് മാറ്റട്ടെ. സോ ഇപ്പൊ ഇച്ചിരി കൂടെ വൃത്തിക്ക് കാണാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, റെഗുലർ ട്രേഡിംഗ് ആറുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 1 മിനിറ്റ് പോവാം. സോ ഫൈൻ. ട്രേഡിംഗ് ആറ് ഇവിടെ ഓപ്പൺ ആയി 9:00. കുറച്ച് മണ്ടയ്ക്കോട്ട് പോയി ഈ ഒരു ബൈ സൈഡ് എടുത്തു. ജസ്റ്റ് ഒരു റാൻഡം മൂവ് തന്നെയാണ്. ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ ഒരു ചെറിയ ലോ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഓൾറെഡി ഒരു ലോ ഉണ്ട്. താരോട്ട് ഇപ്പൊ ഈ ഒരു ഫെബ്രുവരി ഉണ്ടാക്കി. ഞാൻ ഇന്നലെ ഇതാണ് ഫസ്റ്റ് ഫെബ്രുവരി ആയിട്ട് എടുത്തത്. ഓക്കെ, സോ
ഞാൻ ഇന്നലെ ഫസ്റ്റ് പെർസെൻറ്റേജ് ഫെബ്രുവരി ആയിട്ട് എടുത്തു. വെയിറ്റ് ചെയ്തു. താഴെ പോയി ഈ ഇതൊരു പ്രൊട്ടക്റ്റഡ് ലോ ആയത് മനസ്സിലായി. ഇതിൻ്റെ ഇവിടം വരെ വന്നു. ആ ഒരു പ്രീവിയസ് വിക്സ് സപ്പോർട്ട് എടുത്തു. മണ്ടയ്ക്ക് നല്ല ക്ലോസിങ് കിട്ടി ഒരു സ്ട്രക്ചർ ഷിഫ്റ്റോടുകൂടി. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു, ഇവിടെ സെൽ വെച്ചു, ഇവിടെ എൻട്രി, അതായത് ഈ ഫസ്റ്റ് പെർസെൻറ്റേജ് ഫെബ്രുവരി ആപ്പിൽ എൻട്രി, ഇതിൻ്റെ താഴെ എസ്. ഞാൻ ഇൻ കേസ് ഇവിടെ അതിൻ്റെ താഴെ വെക്കുവാണെങ്കിൽ ഇവിടെ ഞാൻ വെക്കത്തുള്ളൂ. എനിവേ 30K, സോ ബെറ്റർ ഞാൻ ഇവിടെ വെച്ചു എസ് എല്ല്. ഇവിടെ നമ്മളെ ഓമ്പിച്ചോട്ട്, പക്ഷെ ഇങ്ങനെ ഓമ്പിക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടല്ലോ. ഓമ്പുന്നതിന് എനിക്കൊരു സങ്കടമില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടമാണ്. ആ ഒരു ഒറ്റ ക്യാൻഡിൽ 1, 2, 3 മിനിറ്റ്, 3 മിനിറ്റ് ഇത്രയും ഫോമായ സാധനവും നിങ്ങൾ ആ ഡെയിലി അതിന്റെ ലൈവിലൊന്ന് കാണുമ്പോൾ ഒന്ന് ആലോചിച്ചോ, എന്ത് സങ്കടമാവുമായിരിക്കും. ഒരുപാട് സങ്കടമാവും പോയി, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഇന്നലെ മനുഷ്യനെ അക്കൗണ്ട് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തായിരുന്നു. ഇന്നലെ തൊട്ട് പരീക്ഷയൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുമായിരുന്നു. എനിക്ക് എൻ്റെ മാക്സിമം ഡ്രോ ഡൗൺ 2000 ആണ്. എൻ്റെ അവൈലബിൾ $121 പോയായിരുന്നു. എൻ്റെ ഫസ്റ്റ് ട്രേഡാണ്. ഫസ്റ്റ് ട്രേഡ് തന്നെ ഞാൻ മുമ്പി കാണാൻ പറ്റും. $200 ഞാൻ ഇപ്പോൾ റിസ്ക് ചെയ്യാറ്. $200 ഞാനൊരു ഓൾമോസ്റ്റ് 3 or 2.5 എബോ അത്രയും ഞാൻ നോക്കാറുള്ളൂ. ഓക്കെ, എന്താ പറ്റിയില്ല. ഓക്കെ ഫൈൻ. സോ നമുക്ക് വലുതാക്കിയിട്ട് നോക്കാം. ഇതെടുക്കാൻ പിന്നെ 2 കാരണമുണ്ട്. ഞാൻ 1 മിനിറ്റ് ഇങ്ങനെ മുമ്പ് ക്ലോസ് ആയതല്ലോ, അത് മാത്രമല്ല കാരണം. ഞാൻ കാണിച്ചു തരാം. 8:30 ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. 30 സെക്കൻഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കാര്യം ഇവിടെ കാണാൻ പറ്റും. നോക്കണം. ഈ ഒരു ഓർഡർ ബ്ലോക്ക് തട്ടി ഇവിടെ 30 സെക്കൻഡ് സപ്പോർട്ട് എടുത്തു. നല്ലൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ ഞാൻ വെയിറ്റ് ചെയ്തു ഒന്ന്. എന്നിട്ട് ഈ ക്യാൻഡിലാണ് ഞാൻ എന്ത് ചെയ്തത്, എൻട്രി എടുത്തത്. ഓക്കെ, എടാ ഇവിടെയാണ് ഞാൻ അസറ്റ് എടുത്തത്. ഓക്കെ, ഓൾമോസ്റ്റ് എനിക്ക് വന്ന് 35 പോയിന്റ് എന്തോ ആണ്. 35 പോയിന്റ് ആയിരുന്നു. ഓമ്പിച്ചോടാ, ഇങ്ങനെ അങ്ങ് ഓമ്പിക്കണ്ട, അത്രേ ഉള്ളൂ. എന്നിട്ട് കറക്റ്റ് ആയിട്ട് പിന്നെ ഒന്നുമില്ല. ഇതായിട്ട് എന്റെ പൈസയുടെ മൈനർ പൈസയുടെ കാണിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് വലിയ ഒന്നുമില്ല, ഓൾമോസ്റ്റ് 2+R കിട്ടിയ 20 2R പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. പിന്നെ എനിക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു മൂഡ് പോയി. ആദ്യത്തെ ദിവസം ഇങ്ങനെ പോകുമ്പോൾ സങ്കടമാവത്തില്ല. ഒത്തിരി സങ്കടമായി ഗൈസ്, സീരിയസ് ആയിട്ട് പറയാമല്ലോ. എല്ലാം ഡയറക്ഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ സീരിയസ് ആയിട്ട് പറഞ്ഞു, എനിക്കൊരു വല്ലാത്ത പോരായി ഈ ഒരൊറ്റ ക്യാൻഡിൽ. അതായത് എടാ ഇത്ര നേരമായിട്ട് ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് ഞാൻ എടുത്ത ദിവസം എടുത്ത എല്ലാം കറക്റ്റ് ആയിട്ട്. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നായിൻ്റെ മക്കളെ ഇവനൊന്നും ഒരു കാലത്തും ഇതാവത്തില്ലടാ, സങ്കടമാവത്തില്ലേ ഗൈസ്? ഒരുപാട് സങ്കടമാവും. ഓക്കെ, ആ ഒരു അടിച്ചു എനിക്ക്. എന്നിട്ട് മണ്ടയ്ക്കോട്ടേക്ക് പോയി. ഇത് പിന്നെ ക്ലോസ് ആയല്ലോ. പിന്നെ ഇതിൻ്റെ താരം വരെ വന്നു ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക്. എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ കുറച്ച് നേരം അതിൻ്റെ മണ്ടയ്ക്ക് നിന്നു. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിൽ എൻട്രി എടുക്കുക. ഓക്കെ, ഇത് എൻട്രി എടുത്ത് ഇവിടെ 30 പോയിന്റ് SL ഇട്ടെടുക്കുക.
ഓൾമോസ്റ്റ് 2.5 അത് 3R ആണെങ്കിൽ ഓൾമോസ്റ്റ് 3R കിട്ടിയാൽ ആ സെയിം സാധനമാണ് മയില് ഞാൻ ഇവിടെ നിന്ന് എടുത്തത്. ഓക്കെ, ഇവിടുത്തെ പൊട്ടനെറ്റ് എത്ര സങ്കടം ഉണ്ടാകുന്നറിയോ. ലൈക്ക് ഞാൻ ഒത്തിരി കരഞ്ഞിരുന്നേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഇതാണ് മനസ്സിലാകത്തില്ലേ, അത്ര സങ്കടമായി എനിക്ക്. അതായത് നമ്മുടെ എല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ ഓമ്പുമ്പോ ഉണ്ടല്ലോ, എനിക്ക് കരയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, ഇന്നലെ ഓൾമോസ്റ്റ് 13,500 കൊടുത്താണ് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തത്. എന്നിട്ടും ഇങ്ങനെ ഒരിക്കലെങ്കിലും ഒന്ന് എനിക്ക് ഇവിടെ പറയാൻ താല്പര്യമില്ല. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ്. ഇതാണ് കാര്യം ഇന്നലത്തെ ട്രേഡ്. അതായത് ഈ ആഴ്ചയിൽ ഞാൻ പറയട്ടെ, ഇത്ര പൊട്ട ദിവസം ഇല്ലായിരുന്നു. ഒരുപാട് സങ്കടമായിപ്പോയി എനിക്ക്, സീരിയസ് ആയിട്ട് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഈ കുറെ പൈസ ഇവിടെ ഉണ്ട്, അതെടുത്തു ടേക്ക് ഗ്യാപ്പായിട്ട് തിരിച്ച് അടിച്ചു. ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വരെ പോയി. ഓൾമോസ്റ്റ് എനിക്കൊന്ന് 50% വരെ പോയി. അവിടെ പോയി തിരിച്ചടിച്ചു. ആ ഒരു ലോയും എടുത്തു. എന്നിട്ട് പിന്നെയും പോയി മയിലുകൾ. ഓക്കെ, സോ എനിക്ക് ഇനിയും പറയാനുള്ള എന്താ പറയാ, ഇത് തന്നെയാണ്. ഓക്കെ, സോ ഈ ഒരു ദിവസത്തില് 7 മണി, അതായത് ട്രെയിനിങ് കാർക്ക് അടിപൊളി ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. സോ ഇതിന്റെ ഒരു കോപ്പി എടുക്കാം. സെയിം തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ ഇന്നലെ ഇത് തന്നെ, വേറെ ഏതാ, ഇത് തന്നെ. ഈ ഒരു 4 hour ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ 4 hourന്റെ ഒരു ബ്രേക്കർ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു.
സോ 4 ഹവറിന്റെ ആ ഒരു ബ്രേക്കർ എന്താ 6 മണിക്ക് അത് ഓപ്പണായി. ഇവിടെ ഒരു അസംബ്ലി വന്നിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് 4 മണിക്ക് എന്തോ ആണ്. ഇതാണെന്ന് തോന്നുന്നു. ഇത് തന്നെ കണ്ടില്ലേ, 4 മണിക്ക് ആ ഒരു ഹൈ എടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഹൈ എടുത്തിട്ടില്ല. ഓക്കെ, എടുത്തില്ല, കുഴപ്പമില്ല. ഇതെന്താണ്? ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ലണ്ടൻ ലോ ആണ്. ഓക്കെ, ഇവിടെ ഒരു അസംബ്ലി വന്നു. പിന്നെ ഇവിടെ നിങ്ങൾ ആയിക്കഴിഞ്ഞ് 7 മണിക്ക് വേറെ ഒരു അസംബ്ലി ഇവിടെ ഫോം ആയിട്ടുണ്ട്. 4-ഉം 7 മണിക്ക് മാത്രമേ. 4, 7 കണ്ടോ, ആ ഒരു ബൈസെപ്സ് എടുത്തു. നേരെ പോയി ലണ്ടൻ ലോ എടുത്തു. ബാക്കി പറയാം. ഓക്കെ, സോ 1 ഹവറിന്റെ ഒരു ഇൻവേർഷൻ ഉണ്ട്. ഇൻവേർഷൻ വന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഓക്കെ, കോപ്പി. മിനിറ്റ് പോയി കഴിഞ്ഞാൽ കാണാം. പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ. മിനിറ്റില് സെയിം സാധനം തന്നെയാണ്. ആ ഒരു ബൈ സൈഡ് ലണ്ടൻ ഹൈ ആണിത്. ആ ഒരു ലണ്ടൻ ഹൈ എടുത്തു, മറ്റടുത്ത് എടുത്തില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ അത് അസംബ്ലി എന്ന് പറഞ്ഞത്. ആ ഒരു അസംബ്ലി ഉണ്ടാക്കി എന്നിട്ട് നേരെ താഴോട്ട് ആ ഒരു സെറ്റ് സൈഡ് എടുത്തു. ഓക്കെ, ഐ തിങ്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. ഇത് ന്യൂയോർക്കാണ്. ഓക്കെ, സോറി ഗൈസ്, ഞാൻ ഇച്ചിരി ഇതായിപ്പോയി. അയ്യോ, വേറെ ഒരു സംഭവം ഉണ്ടായിരുന്നുണ്ട്. ഓക്കെ, സോ അതും ഓക്കെ, ഫൈൻ. ആ ലണ്ടൻ ഹൈ എടുത്തു, നേരെ ഒന്ന് ലണ്ടൻ ലോ അറ്റാക്ക് ചെയ്തു. ഇവിടെയാണ് മിഡ് നൈറ്റ് ഓപ്പണിംഗ് പ്രൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇത് ഇവിടെ അതിന്റെ ആവശ്യം വരുന്നുണ്ട്. മിഡ് നൈറ്റ് ഓപ്പണിംഗ് പ്രൈസ് ഇവിടെയാന്ന് തോന്നുന്നു 8. 8. ഇതിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. 15 മിനിറ്റ്. 15 മിനിറ്റിന്റെ എടുത്തു. സാരമില്ല, ഈ ഫോട്ടോ എടുക്കാല്ലേ. ഓക്കെ, 5 മിനിറ്റ് പോവാം.
സോ ഇതൊരു ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഇൻവേർഷൻ ഗ്യാപ്പ് അല്ലേ. സോ ഇൻവേർഷൻ എസ് വി ജി ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ആൻഡ് ഒരു ബി പി ആർ റേഞ്ച് ആയിട്ട് ബാക്കിയുള്ള ഭാഗത്തിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഓക്കെ, സോ ഓക്കെ, സോ ഞാൻ 1 മിനിറ്റ് പോവാ ഡയറക്റ്റ് ആയിട്ട്. ഒരു മൈനർ സെൽസിനെ ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മളതെടുത്തു. ഒരു ലണ്ടൻ ഹൈ എടുത്തു. ഒരു ലണ്ടൻ ഹൈ എടുത്തു. ഇത് 5% ആയിട്ട് കൺസിഡർ ചെയ്യും. കാരണം മനസ്സിലായി തോന്നുന്നു. ആ ലണ്ടൻ ഹൈ ത്രൂ പോയ ഒരു ഇതാണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമായിട്ട് അല്ല, ഞാൻ 5% അവിടെ എടുത്തു, വെയിറ്റ് ചെയ്തു ഒരു വാലിഡേഷൻ തരാൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഷിഫ്റ്റിലോട്ട് കിട്ടും. ഇതിൻ്റെ അടിയിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ട്. നിങ്ങൾ വേണ്ട ഈ ക്യാൻഡിൽ ഇതിൻ്റെ താരം ക്ലോസ് ആയി നെക്സ്റ്റ് ക്യാൻഡിൽ എൻട്രി. ഓക്കെ, ബ്രെഡ് ആൻഡ് ബട്ടർ എൻട്രി പോലെ ഇവിടെ വെച്ച കുഴപ്പമില്ല. ഈ ഒരു ബ്രേക്ക് ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്ത് തന്നെ നല്ല ഫസ്റ്റ് ടാർഗറ്റ് ഇത് 2 പോയിന്റ് സംതിങ് കിട്ടും. ഫൈനൽ ടാർഗറ്റ് ഞാൻ പറഞ്ഞൊരു ലണ്ടൻ ലോ ആണ്. ഓക്കെ, സോ നമുക്ക് അവിടെ നിന്ന് എടുത്ത് ഇവിടം വരെ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പകുതി ക്വാണ്ടിറ്റി ഇവിടെ ഇറങ്ങുക, ബാക്കി ഹോൾഡിങ് ഇടുക, ഹോൾഡ് ഇടുക. സോ ഈ നല്ല എൻട്രി ആണ്. ആ ഒരു 5 മിനിറ്റിലോട്ട് വേണമെന്ന് പറഞ്ഞത്. ഈ ഒരു ലോ റെസിസ്റ്റൻസ് ഫണ്ടിന്റെ ഒരു മാനിപ്പുലേഷൻ ചെയ്തു. എനിക്ക് വേണമെങ്കിൽ കാര്യം, കാരണം ഒരു 15 മിനിറ്റ് ഒക്കെ കാണും അല്ലേ. ആ ഒരു 15 മിനിറ്റ് ഇല്ല അല്ലേ, 15 മിനിറ്റ് ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ചെറിയ അക്യുമുലേഷൻ പോയി കാണാൻ. അക്യുമുലേഷൻ മണ്ടയ്ക്കോട്ടേക്ക് മാനിപ്പുലേറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ഉള്ള ഒരു അമ്മമാരെ എല്ലാം വിശ്വസിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെയും 7 മണിന്റെ ലോ ഇത് ഇതായി, ആ 7 മണിന്റെ ഹൈ അതുമായി. ഓക്കെ, സോ ആ ഒരു മാനിപ്പുലേഷന് ശേഷം ഒരു ഉണ്ടാക്കി പ്ലസ് എന്താ ഒരു ഇതാക്കി. ഇതിന്റെ താര ഒരു നല്ല ക്ലോസിങ് കിട്ടി. പിന്നെ 3 മണ്ടയ്ക്കോട്ടേക്ക് പോയി. ആ ഒരു ഫെയർ വാല്യൂ ഒക്കെ തട്ടി നല്ല റിജക്ഷൻ. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടാൻ പോയി. അവിടെ നിന്നാണെങ്കിൽ ബാക്കി പിരമിഡ് ചെയ്യാം. ഓക്കെ, അവിടെ നിന്ന് പിരമിഡ് ചെയ്ത് ഇതിന്റെ മണ്ടയ്ക്ക് അസറ്റ് വെക്കും ലൈക്ക് ദിസ്. ഇവിടുന്നോ അല്ല ഇവിടുന്നോ എടുക്കാം. ഞങ്ങൾക്ക് വേണേൽ ഇവിടുന്ന് ഇറങ്ങാം, അതല്ല ഇവിടുന്ന് ഇറങ്ങിയാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, നല്ലൊരു ഇതാണ്. ഓക്കെ, മാനിപ്പുലേഷൻ ആയിട്ട് പോയി. ദിവസം ഫെയർ വാല്യൂ ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ താഴെ ചെന്നാൽ ക്ലീൻ ആയിരുന്നു, എല്ലാം ക്ലീൻ ആയിരുന്നു. അത്ര അടിപൊളി രസം. എല്ലാ സെൽസ് ബൈ സൈഡും ക്ലിയർ ചെയ്തു എന്നിട്ട് പോയൊരു ട്രേഡ് ആയിരുന്നു ഇത്. ഇന്നലെ ഇതൊന്നും എടുക്കാൻ പറ്റുമല്ലോ സീരിയസ് ആയിട്ട് ഞാൻ പറയാം. പിന്നെ ഈ 1 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ. ഈ ഒരു ഗ്യാപ്പിന് ഒരു പ്രത്യേകതയുണ്ട്, കാരണം ഇതൊരു ടേക്ക് അവേ ഗ്യാപ്പാണ്. സോ മോസ്റ്റ്ലി നമുക്ക് ഇങ്ങനെ ഒരു സെൽ സൈഡ് വരുമ്പോൾ ഇതെന്താ ഒരു ഹൊറർ ബ്ലോക്ക് ആകത്തില്ലേ.
ഇതിന് 2 ക്യാൻഡിൽ ക്ലോസ് ആയി പിന്നെ സ്ട്രക്ചർ ഷിഫ്റ്റ് ഒന്ന് മണ്ടിക്കോട്ടേക്ക് ഒരു ഓർഡർ ബ്ലോക്ക് വേണ്ട. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് എടുത്തിട്ട് ആ സാധനം either നിങ്ങൾക്ക് ഇവിടം വരെ വെക്കാം, വെച്ചാലും നല്ലതാണ്. ഒരു 3 hour എങ്ങനെ വരും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 15 വിപ്പിനൊക്കെ എടുക്കുകയാണെങ്കിൽ അത്ര ക്ലീൻ ട്രേഡ് ആയിരുന്നു. എനിക്ക് ഇത്രയും റിലേറ്റീവ് ലോസ് ഉണ്ട്. എല്ലാം അടിപൊളി സാധനം ഒന്നെടുക്കാൻ പറ്റുമായിരുന്നുണ്ടല്ലോ ഗൈസ്. അതായത് ഇത് കണ്ട് എന്താ ക്ലീൻ ആയിട്ട് ഇവിടെയൊക്കെ പോകുന്നത്. മാർക്കറ്റ് ഓപ്പണിന് ശേഷമാണെങ്കിലും ആ ഒരു ജൂദാസിങ് കഴിഞ്ഞു. സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. പിന്നെ നേടൊന്നുമില്ല. നിങ്ങളാ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞ് കാണാൻ പറ്റും. ഈ ഒരു ക്യാൻഡിൽ കണ്ടോ? ഈ ഒരു ക്യാൻഡിൽ എന്താ അറ്റാക്ട് ചെയ്യും? ഒരു ഓർഡർ ബ്ലോക്ക് അറ്റാക്ട് ചെയ്ത് ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്നു. ഇതിന്റെ താരെ കൊണ്ട് എസെറ്റ് ഇട്ടു. ഇതെനിക്കൊന്ന് 4 hour ഗ്യാപ്പ് ഉണ്ട്. ഇതിന്റെ താരെ ഒരു എസെറ്റ് ഇട്ടു അടിച്ചിന്. പിന്നെ ആ 4 hour മിഡ് പോയിന്റ് ഒരു വന്നു തിരിച്ചു കയറി. ഇനി ഒരു ഇൻവേഷൻ ഫെബ്രുവരിക്ക് വേണ്ടില്ല 1 minute അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്തു. നിങ്ങൾക്ക് വേണേൽ അവിടെ പിരമിഡ് ചെയ്യാം. അതായത് ഞാൻ ഫസ്റ്റ് ഇവിടുന്ന് എൻട്രി എടുക്കാൻ പറ്റുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, അവിടുന്ന് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം ആദ്യം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ സെറ്റ് ഇടാം. ഇതിന്റെ താര് ഇവിടം വരെ വന്നു പോയി. പിന്നെ ആ ഒരു ഇൻവേഷൻ ഫെബ്രുവരിയൊക്കെ വന്നു. പിന്നെ അടിച്ച് കയറിപ്പോയി. എന്ത് ക്ലീൻ ട്രാൻസാക്ഷൻ ഉണ്ട്. ആ മാങ്ങാത്തൊരു തന്നെയാണ് ഇന്നലെ ഇവിടെ നടന്നത്. അതിന്റെ മക്കൾ ഇവനെ കൊല്ലാനുള്ള ശരിക്കുണ്ട്. സീരിയസ് ആയിട്ട് പറഞ്ഞു. ആദ്യം നമുക്ക് ഈ ഒരു ചെറിയൊരു ഫോട്ടോ എടുക്കാം. ഓക്കെ, ഓക്കെ. സോ ഇവിടെ എൻട്രി, ഇവിടെ എസ്, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം. ഇവിടെ അല്ലേ ഇവിടെ എവിടെ ഓക്കെ പറഞ്ഞാൽ ഞാനാണ് ഇവിടെ എങ്കിലും വെക്കും. ഓക്കെ, ശരി. ഒരു 3 hour കിട്ടും. ഒരു ഫെബ്രുവരി ഓക്കെ. സോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലണ്ടൻ ലോ വരെ വേണമെങ്കിലും വെക്കാം. ഈ ഒരു ലണ്ടൻ ലോ ഓക്കെ. മനസ്സിലായല്ലോ? ഈ ഒരു ലണ്ടൻ ലോ വരെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു പകുതി കോൺട്രാക്ട് എടുക്കുക. പിന്നെ ഇതിന്റെ താഴെ ഒരു 0.5 കൂടെ എടുക്കുക. അല്ല, 0. ബാക്കി 0.5 ആണെന്നുണ്ട്. ബാക്കി അതായത് 10 ഇവിടുന്ന് ഒരു 5 എടുക്കുക. ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഒരു 5 എടുക്കുക. ബാക്കി 2 ഇവിടുന്ന് എടുക്കുക. ബാക്കി 3 റൺ ചെയ്യാൻ വിടുക. അങ്ങനെ. ഓക്കെ, അതെനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്രീ മാർക്കറ്റിന്റെ കാര്യം അല്ല, ഓപ്പൺ മാർക്കറ്റിന്റെ കാര്യം ഞാൻ പറയാം. മാർക്കറ്റ് ഓപ്പൺ ആയതവിടെ
വലിയ എനിക്ക് തോന്നുന്നു എന്താ പറയുന്നത് വലിയ റേഞ്ച് ഒന്നും വന്നില്ലായിരുന്നു. ക്ലോസ് ആയിട്ട് തന്നെ എന്തോ ഓപ്പൺ ആയിരിക്കുന്നു. രണ്ടില് വലിയ ഇതൊന്നും ഇല്ല. വലിയ ഡിഫറൻസ് ഒന്നും എൻ്റെ ഇത് ഓപ്പൺ ആയി. സോ ഇപ്പൊ ഈ ഒരു പൈസയുടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പൈസയുടെ ഏതാ? അപ്പം ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പൈസയുടെ റെഗുലർ ട്രേഡിംഗ് ആണ്. ഡയറക്റ്റ് അറ്റാക്ക് ആയിരുന്നു. ഇത് ഞാൻ പറഞ്ഞ മാതിരി 4 ഹവറിലേക്ക് വന്നു. മറ്റൊരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ എന്ത് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി കട്ട്സ് ഉണ്ടെങ്കിൽ എൻട്രി എടുക്കാം. ഓക്കെ, സോ എൻട്രി എടുക്കാം. ഇതിന്റെ താരെ ഓർ ഇതിന്റെ താര് SL ഇടാം. ഈ ഒരു ഇൻവേഷൻ ഫെബ്രുവരി ആക്കി പിരമിഡ് എൻട്രി എടുക്കുവാണെങ്കിൽ തന്നെ ട്രയൽ ചെയ്ത് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഇടാം. ഓക്കെ, സോ ഒരു 30 പോയിന്റ് കിട്ടും. എന്നിട്ട് ഒരു ബൈസൈഡ് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ 4-6 കിട്ടിയതിന് ഇവിടെ എന്ത് ക്ലീൻ ആണെന്നറിയോ? ഞാൻ ഇന്നലെ എടുത്തപ്പോൾ മാത്രം സങ്കടമുണ്ട്. സീരിയസ് ആയിട്ട് ഒരുപാട് സങ്കടമുണ്ട് എനിക്ക്. പറഞ്ഞിട്ട് എന്തോ കാര്യം. ഇതിനകത്ത് വേറെ ഇടുന്ന ആശയം എനിക്ക് ഇഷ്ടമല്ലാത്ത 50,000 ഒക്കെയാണ് വൈബ്. പക്ഷെ 50,000 കാണിക്കത്തില്ല. PNL എന്ന് പറയുന്നത് എത്ര? 130 എത്ര കാണിക്കുന്നു എനിക്ക്. വേണ്ടില്ല. -120. സോ ഇപ്പൊ ഇത് കളയുക. ഓക്കെ, ഫൈൻ. സോ ഇന്ന് നോക്കും. ഇന്നൊന്നും കിട്ടിയില്ല. നെക്സ്റ്റ് ട്യൂസ്ഡേ ഞാൻ ട്രേഡിംഗ് ഉള്ളു. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതിന്റെ എന്താ പറയുന്നത്, ഇപ്പൊ റിസ്ക് ചെയ്യുന്നത് $200 പെർ ട്രേഡ്. മിഡ് നൈറ്റ് ഓപ്പണിംഗ് പ്രൈസ് വരെ പോയി, കണ്ടില്ലേ? ഞാൻ ഇന്ന് ഇപ്പൊ വരച്ചല്ല. ഞാനിപ്പോ ഇന്നലെ രാത്രി ചെയ്ത് രാവിലെ എഴുന്നേറ്റാണ് ഹെഡ് ചെയ്യുന്നത്. മിഡ് നൈറ്റ് ഓപ്പണിംഗ് പ്രൈസ് വരെ പോയി. അത് വൈസൈഡ് പക്ഷെ എടുത്തില്ല. വൈസൈഡ് എന്ന് പറഞ്ഞത് ഈ ഒരു 1 മിനിറ്റിന്റെ റിലേറ്റീവ് ഹൈസ് കണ്ടു. എന്തോമ്പിയ ദിവസം എന്നറിയോ? എടാ, ഈ ആഴ്ച ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു ദിവസം ഇല്ലായിരുന്നു. അതായത് എല്ലായിടത്തും നമ്മളെ വട്ടത്തിലിട്ട് കൊണ്ടിരിക്കുക. അങ്ങനെ കന ഇച്ചിരി കുറയ്ക്കാൻ പറ്റുമായിരുന്നു. കൊള്ളാൻ പ്രീവിയസ് ഡേ ലോ എന്നിട്ട് ഇവിടെ പോയി എടുത്തില്ല. അത് നന്നായി. പക്ഷെ ജസ്റ്റ് ഒന്ന് എടുത്ത പോരാ. 1 മിനിറ്റ് ഞാനൊന്നും തൊട്ടില്ല എന്ന് പറഞ്ഞ് പോയതിന്റെ കൂട്ടാന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. അത് സാരമില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയും മതി. ഓൾമോസ്റ്റ് 40 മിനിറ്റ് ആയി. I think that's all for the day, guys. Thanks for watching. Thanks for watching it out. Okay, so see you in the next video. എനിക്ക് സൈഡ് കിട്ടുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല. കിട്ടിയ നല്ലത്, കിട്ടിയില്ല എടുക്കത്തില്ല. അത് തന്നെ നെക്സ്റ്റ് ട്യൂസ്ഡേ ആണ് നെക്സ്റ്റ് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. മൺഡേ എനിക്ക് പരീക്ഷയുണ്ട്, ട്യൂസ്ഡേയും പരീക്ഷയുണ്ട്. സോ ട്യൂസ്ഡേത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് 24 ഇന്ന് ഇതൊരു മാസം എനിക്കൊരു ഈ ഒരാഴ്ച എനിക്ക് 2% അപ്പ് ചെയ്യണം ഒത്തിരി ആഗ്രഹമുണ്ട്. പിന്നെ ഈ ഒരാഴ്ച ഞാൻ നാട്ടിൽ അതിന് എനിക്ക് ട്യൂസ്ഡേ എനിക്ക് കട്ടാവും. 4, 5, 6 and 7. 4, 5, 6 ഈ ആഴ്ച ഞാൻ മോസ്റ്റ്ലി ട്രേഡ് ചെയ്യത്തില്ല. ഒരു NFP വീക്കാണ്. കിട്ടിയ എടുക്കും. അല്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ല. നാട്ടിലായിരിക്കും. എനിക്ക് അത്ര താല്പര്യമില്ല അവിടെ വെച്ച് എടുക്കണം. ഓക്കെ, സോ just that's all for the video, guys. See you in the next video. Bye.